ഹലോ നമസ്കാരം കേട്ടാ, എല്ലാവർക്കും സുഖമല്ലേ? നമ്മളുടെയൊക്കെയും പാരൻസ് ഈ വിദേശത്തുള്ള മക്കളുടെ പാരൻസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രൗഡും ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻ്റാണ് ഇവരെ നമ്മളിവിടെ കൊണ്ടുവരിക എന്നുള്ളത്. അവരെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമാണ്. അതിപ്പോൾ കാനഡ അല്ല, അമേരിക്ക അല്ല, ചിലപ്പോൾ ഗൾഫാവും, ചിലപ്പോൾ അല്ലെങ്കിൽ ഇന്ത്യക്ക് അകത്ത് തന്നെ വേറെ സ്ഥലമാവും, മക്കളുടെ ജോലി സ്ഥലത്തേക്ക് ചെല്ലുക എന്ന് പറഞ്ഞൊരു സന്തോഷമാണ് അത്, അല്ലേ? ഒരു അംഗീകാരമാണ് അവർക്ക്. അപ്പോൾ അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് വന്നൊരു അമ്മച്ചി. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ടൊറൻറ്റോ എയർപോർട്ടാണ്. ഈ എയർപോർട്ടിനകത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാ എയർപോർട്ടിലും ഉണ്ടാവും ഒരു ലോഡ് സുന്ദരമായ കാഴ്ചകളും വിചിത്രമായ കാഴ്ചകളും എല്ലാം കണ്ട് ആസ്വദിച്ച് നല്ലൊരു മെമ്മറിക്ക് ഉണ്ടാക്കിയിട്ട് പോണതിന് പകരം അവിടെ വന്നിറങ്ങിയത് വലിയൊരു ദുരന്തമായി മാറിയിട്ട് ഏതാണ്ട് നമ്മൾ എലിപ്പെട്ടിയിൽ പെടുകയെന്ന് പറയില്ല, എലിവെട്ടമാരി കിട്ടുന്ന ഇങ്ങനെ പോലീസിൻ്റെ മുമ്പിൽ നിന്ന് വിറച്ച ഒരു അമ്മച്ചിയുടെ അനുഭവം ആണ് നമ്മളിന്ന് പറയാൻ പോണത്. അതും എന്ത് കാരണം കൊണ്ട്? ഇവരുടെ തന്നെ മക്കളുടെ ചെറിയൊരു അശ്രദ്ധ കാരണം കൊണ്ട്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചെങ്കിൽ, നാട്ടിൽ നിന്ന് ഇവിടെ സ്റ്റുഡൻറ്റ് വിസ ചെയ്ത് വന്നൊരു ഭാര്യയും ഭർത്താവും. ആ ഭാര്യയും ഭർത്താവും എന്താ പറയുക, പഠിച്ച് PR ഒക്കെ എല്ലാം സെറ്റിലതിന് ശേഷം അവർ വിശേഷമായി പ്രസവിച്ചു 2 കുട്ടികൾ, ട്വിൻസാണ്. അപ്പോൾ ഈ 2 കുട്ടികളും ഇവർ നാട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ മാമോദീസ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഹാപ്പി ആയിട്ട് വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ പോണതാണ്. അങ്ങനെ നിന്ന് അർമാദിച്ച് അവർ തിരിച്ചിങ്ങോട്ട് വരണേക്കാട്ടും ഒരാഴ്ച മുമ്പായിട്ട് ഒരു ഫോൺ വന്നു അവർക്ക്. അപ്പോൾ ഫോൺ വന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഏജൻസിയിൽ നിന്ന് കൊടുത്ത നമ്പറാണ്, ഏത് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ഏജൻസിയിൽ നിന്ന് കൊടുത്ത നമ്പർ. എന്നിട്ട് പറഞ്ഞ് ഒരു അമ്മച്ചീനെ കൊണ്ടുവരാനാണ്, ഞാൻ നമ്പർ കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മച്ചിക്ക് വീൽ ചെയർ ഉണ്ട്, നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കൂടിയാൽ മതി, വേറെ കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ ഇയാളും വിളിച്ചു ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ മകൻ വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇവരുടെ വീട് ടൊറൻറ്റോ എയർപോർട്ടിൽ നിന്ന് ഒരു 1.5-2 മണിക്കൂർ യാത്രയുണ്ട്. ഏകദേശം ആ പരിസരത്ത് തന്നെയാണ് ഈ പറഞ്ഞ വിളിക്കുന്ന ആളുടെയും സ്ഥലമെല്ലാം. അപ്പോൾ ഇയാൾ സംസാരിച്ചപ്പോൾ ഓരോ ഫ്രണ്ട്സിനൊക്കെ അറിയോ പിടിക്കുമോ എന്ന് ചോദിച്ചു വന്നപ്പോൾ ഇവർ 2 പേരും കോമൺ ആയിട്ട് കുറച്ച് കൂട്ടുകെട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇന്നാളറിയാൻ പിടിക്കാമെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവർ പറഞ്ഞ് ഈ ഭാര്യയും ഭർത്താവും പറഞ്ഞു, നിങ്ങൾ മെനക്കെട്ടിന് എയർപോർട്ടിൽ വരേണ്ട കാര്യമില്ല, ഒരു പണി ചെയ്തോ, ഞങ്ങൾ വരുമ്പോൾ അമ്മച്ചീനെ അങ്ങോട്ട് വണ്ടി കൊണ്ടുവരും, ഞങ്ങളുടെ 7 സീറ്റർ വണ്ടിയാണ്, അത് എയർപോർട്ടിൽ കിടക്കണമുണ്ട്, അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് എടുത്തിട്ട് നേരെ വരുമ്പോൾ അങ്ങോട്ട് വരാം. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ മെനക്കെട്ട് അവിടെ നിന്ന് പെട്രോളും കളഞ്ഞ് വരാൻ നിൽക്കണ്ട. പിന്നെ ഈ അമ്മച്ചീരം മരുമകൾ, അതായത് ഈ വരണ ഈ അമ്മച്ചീരം മരുമകൾ വേറെ ആയിട്ട് പ്രസവിക്കാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ പിന്നെ ആ സമയത്ത് വെറുതെ ഇങ്ങനത്തെ ഒരു ടെൻഷൻ കൊടുക്കണ്ടല്ലോ, അതുകൊണ്ട് അവിടെ ഇരുന്നോ, ഞങ്ങൾ അമ്മച്ചീനെ കൊണ്ടുവന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ നാട്ടിൽ നിന്ന് പോരേണ്ട ദിവസമായി. എയർപോർട്ടിൽ വന്നു, അമ്മച്ചി വന്നു, അമ്മച്ചീനെ യാത്രയൊക്കെ അമ്മച്ചിയുടെ ആങ്ങളമാരും എല്ലാവരും വന്നിട്ടുണ്ട്. ഹാപ്പി ആക്കിയിട്ട് അവിടെ നിന്ന് കെട്ടിപ്പിടിച്ച് കരച്ചിലേക്കായി വീൽ ചെയറിൽ കയറ്റി അമ്മച്ചീനെ ഫ്ലൈറ്റിൽ കയറ്റി. അമ്മച്ചീനെ ഫ്ലൈറ്റിൽ കയറ്റി കഴിഞ്ഞാൽ സംസാരിച്ച് പിടിച്ച് വന്നപ്പോൾ അമ്മച്ചി പണ്ടത്തെ ഒരു സ്കൂൾ ടീച്ചറാണ്, റിട്ടയർഡ് ടീച്ചറാണ്. അത്യാവശ്യം ഇതൊക്കെ ഉണ്ട്, അവർ എയർ ഹോസ്റ്റസ് പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല, ആളുള്ള കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ട്, ചുമ്മാ ഒന്ന് നോക്കവേ ഉണ്ട്, അത്രേ ഉള്ളൂ. അത് മാത്രമല്ല, ഇവർക്ക് ഏറ്റവും വലിയ അനുഗ്രഹം ഉണ്ടായെന്ന് വെച്ചാൽ 2 പിള്ളേരാണ്. അപ്പോൾ ഈ പിള്ളേരെ ഹാൻഡിൽ ചെയ്യാൻ വലിയ പാടതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഈ അമ്മച്ചിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം, കാരണം മോള് പ്രസവിക്കാൻ നിൽക്കുകയാണ്, അപ്പോൾ അതിൻ്റെ ആവേശമുണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും ട്രെയിനിങ് അല്ലേ എന്നും പറഞ്ഞിട്ട് അമ്മച്ചി കൊച്ചിനേക്ക് കളിപ്പിച്ച് ഉഷാറായി. അവർ 1-2 പറഞ്ഞ നേരം അവർ ടൊറൻറ്റോയിൽ വന്നിറങ്ങി. അങ്ങനെ ലൈനപ്പിൽ നിൽക്കുന്ന സമയത്ത് അവർ അമ്മച്ചീനെ കൂടെ കൂട്ടി, ഇവരുടെ കഴിഞ്ഞാൽ അമ്മച്ചി കൂടി നിന്നോന്നും പറഞ്ഞിട്ട് അങ്ങനെ ആ ലൈനിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഓഫീസർ പാസ്പോർട്ടൊക്കെ അടിച്ച് ഇങ്ങനെ ചോദിച്ചു, ലഗേജിൽ സാധനങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ചോദിച്ചു. അപ്പോൾ അമ്മച്ചി അത്ര സമയം വരെ മര്യാദയ്ക്ക് ഇംഗ്ലീഷെല്ലാം കേട്ട് മനസ്സിലാക്കി പറഞ്ഞുകൊണ്ട് അമ്മച്ചി നോ ഇംഗ്ലീഷ്, മലയാളം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെ കൂടെയുള്ള വന്നേക്കണം. അപ്പോൾ ഓഫീസർ പറഞ്ഞ് അവരോട് ചോദിക്കൂ, അതിനകത്ത് മീറ്റ് പ്രൊഡക്ട്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ അമ്മച്ചി അങ്ങനെ മീറ്റ് പ്രൊഡക്ട്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒന്നുമില്ല മോനെ എന്ന് പറഞ്ഞു. ഓക്കെ, ഒന്നുമില്ല എന്ന് പറയണേന്ന് പറഞ്ഞു. ഉറപ്പാണെന്ന് ചോദിച്ചു. അത് ഉറപ്പാണെന്ന് പറഞ്ഞു. അപ്പോൾ നേരെ അവർ അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുവന്നപ്പോൾ അവരുടെ ലഗേജ് പട്ടി എല്ലാം സെറ്റപ്പായിട്ട് അവിടെ നിൽപ്പുണ്ട്. അവരെ സെപ്പറേറ്റ് ലഗേജ് എടുത്തിട്ട് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ആ അമ്മച്ചിനെ കൊണ്ടുപോകുമ്പോൾ തന്നെ അമ്മച്ചിക്ക് ഭാഷ അറിയില്ല എന്ന് പറഞ്ഞ കാരണം കൊണ്ട് ഈ ഒന്നും അറിയാത്ത ഈ ചെക്കനെയും കൂടി പിടിച്ചുകൊണ്ടുമല്ല കൂടെ കൊണ്ടുപോയി ട്രാൻസ്ലേഷൻ കാര്യങ്ങളായിട്ട്. അവിടെ നിന്നു ലഗേജ് ഫുള്ള് തുറപ്പിച്ചു. കൊച്ചിയിൽ നിന്ന് റാപ്പ് ചെയ്ത സാധനമാണ്. ഫുള്ള് തുറന്നിട്ട് നോക്കി കഴിഞ്ഞപ്പോൾ ഇടിയിറച്ചി, വെടിയിറച്ചി, മീനച്ചാറ്, ഇറച്ചിച്ചാറ്, വാട്ടുകപ്പ, പിന്നെ തെങ്ങും പൂക്കുല, ആ പ്രസവിക്കാൻ പോണ പെണ്ണിനുള്ള തെങ്ങും പൂക്കുല രസായനം, പിന്നെ അങ്ങനത്തെ എണ്ണയും കുഴമ്പും ജീരകാരിഷ്ടം, സകല സാധനവും. ഒരു സൂപ്പർ മാർക്കറ്റ് ഏട്ടാ അമ്മച്ചി അവിടെ നിന്ന് പോന്നേക്കണേ. അപ്പോൾ
നോർമൽ ലെവലിൽ ഇത് ഫൈൻ അടിച്ച് വിടുക എന്നുള്ളതാണ് സാധാരണയ്ക്ക് ചെയ്യുക. പക്ഷെ ഇവർക്ക് ഇത് നുണ പറഞ്ഞതിൻ്റെ ദേഷ്യം കൊണ്ടാണെന്നറിയില്ല, നല്ലൊരു എമൗണ്ട് അടിച്ചുകൊണ്ട് കൊടുത്തു ഗ്രാൻഡായിട്ട്. അങ്ങനെ വേഗം മോനെ വിളിച്ച് പറഞ്ഞു. മോൻ പറഞ്ഞു അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് സാധനങ്ങളേക്കും പോവുകയും ചെയ്തു. പ്ലസ് നല്ല ഫൈനും അടിച്ചിട്ട് അമ്മച്ചി അവിടെ നിന്ന് ഇറങ്ങി. അമ്മച്ചീനെ കൊണ്ടുവന്ന ആ ഒരു ഫാമിലിയുടെ സമയവും അവിടെ അത്യാവശ്യം കളഞ്ഞു കിട്ടി. അതൊന്ന് ആലോചിച്ച് നോക്കണം. 2 കുഞ്ഞു കുട്ടികളെയും കൊണ്ടിട്ട് 18 മണിക്കൂർ അല്ലെങ്കിൽ 20 മണിക്കൂർ ഫ്ലൈ ചെയ്ത് വരുന്ന ആൾക്കാർ നമ്മൾ വലിയവർക്ക് തന്നെ താങ്ങില്ല. അപ്പോൾ പിന്നെ കുഞ്ഞു പിള്ളേരും കൊണ്ട് വരുമ്പോൾ എത്രയും പെട്ടെന്ന് ഒന്ന് വീടെത്തിയാമെന്ന് വിചാരിക്കുക. ആ സമയത്ത് കിട്ടുന്ന ഓരോ മാറാപ്പുകൾ എന്താ നിങ്ങൾ ആലോചിച്ചാൽ മതി. അങ്ങനെ അമ്മച്ചീനെയും കൊണ്ട് ഇവരെ വീട്ടിലേക്ക് യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചോദിച്ചു, അമ്മച്ചിക്ക് ഒരു വാക്കിനോട് പറയാൻ മേലായിരുന്നാ സാധനം ഉണ്ടെന്ന്. അപ്പോൾ ആ സമയത്ത് നമ്മൾ സത്യം പറഞ്ഞാൽ ഇത്രയും കുഴപ്പമുണ്ടാവില്ലായിരുന്നു, ഇവിടെ നുണ പറയുന്നത് ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, എന്നോട് മോൻ പറഞ്ഞു അവരിങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നോ ഇംഗ്ലീഷ് മലയാളം എന്ന് പറയാം, അപ്പോൾ പിന്നെ അവർ വിട്ടോളൂ എന്ന് പറഞ്ഞു, വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ ഇവിടെ എത്തിയതിനു ശേഷം പിന്നെ എന്താ പറയുക, അമ്മച്ചീനെ കൊണ്ടുവന്ന സന്തോഷത്തിലും ആ പ്രസവം കഴിഞ്ഞപ്പോൾ പിന്നെ പാർട്ടികളും കാലിൽ കേട്ടിന് അടുത്ത് നിന്നു. അപ്പോൾ ചോദിച്ചു, നീ എന്താ അമ്മച്ചീൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ ഇവരുടെ അവിടെയാണ് ഇവൻ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം. പൊട്ടൻ വിളിക്കണം, കാടും പൊട്ടൻ. ഇവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കോമൺ ഫ്രണ്ട്സ് എന്ന് പറയുന്നുണ്ടല്ലോ, അതിൻ്റെ ഒരാളുടെ അപ്പച്ചൻ നാട്ടിൽ നിന്ന് വന്നു, അപ്പച്ചനും അമ്മച്ചും കൂടിയിട്ട്. അവനെന്ന് പറഞ്ഞാൽ നാട്ടിലത്തെ ഇത് വലിയ കുൺസാളാണ്. അപ്പോൾ നല്ല സ്മോളൊക്കെ കെട്ടിച്ച് നല്ല അച്ചായൻ. അങ്ങനെ ഇങ്ങോട്ട് വന്നപ്പോൾ ഇതേമാതിരി നാട്ടിൽ നിന്ന് നല്ല ഇടിയർച്ചി അങ്ങനെ എന്താ പറയുക, എനിക്കറിയില്ല, കോട്ടയംകാരുടെ സാധനം ഇടിയർച്ചിയാണ്. ആ സംഭവം കൊണ്ടുവന്ന് ഇതേമാതിരി എയർപോർട്ടിൽ വെച്ച് ഇതാക്കി പിടിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു നോ ഇംഗ്ലീഷ് നോ. അപ്പോൾ ഈ ലഗേജ് പൊതി കാണിച്ചപ്പോൾ പറഞ്ഞു ഇറ്റ്സ് സണ്ണ് ഫ്രണ്ട് ഐ ഡോണ്ട് നോ, സണ്ണ് ടോൾഡ് മീ നോ ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ എന്നാൽ പിന്നെ പൊക്കോ എന്നും പറഞ്ഞിട്ട് പറഞ്ഞു വെച്ചു. എന്ന് ഈ അപ്പച്ചൻ എവിടെയോ ഒന്ന് കള്ളു കുടിക്കുമ്പോൾ അടിച്ച് കിണ്ടിയപ്പോൾ ഈ അപ്പച്ചൻ വിളിച്ച് പറഞ്ഞത്. ഇത് കേട്ടിട്ടാണ് ഈ പൊട്ടൻ ഇവൻ്റെ അമ്മേൻ്റെ അടുത്ത് പറയണത് ഇങ്ങനെയൊക്കെയും പറഞ്ഞാൽ മതി ഇവിടുന്ന് രക്ഷപ്പെട്ട് പോവാന്ന്. എങ്ങനെ ഇരിക്കുന്നത് നല്ല ബുദ്ധി ഉപദേശിച്ചു കൊടുത്തത്. നമ്മളൊരാളെ കുഴിയിലിറക്കാന്ന് പറയൂലേ, കോയിൽ കിണറിലിറക്കാന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അമ്മാതിരി പണിയാ. അങ്ങനെ ഈ ഒരു ഇൻസിഡൻറ്റ് ഇവിടെ കഴിഞ്ഞു. പക്ഷേ ഞാനിവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മൾ വയസ്സാം കാലത്ത് നമ്മുടെ പേരൻസിനെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ മാന്യമായിട്ട് കൊണ്ടുവരിക. ആ ടിക്കറ്റിൻ്റെ കാശ് മുതലാക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ മാർക്കറ്റ് അവിടെ നിന്ന് കൊണ്ടുവരുന്ന അവസ്ഥ ഉണ്ടാവരുത്. കാരണം PR-കാർക്ക് സിറ്റിസൻകാർക്കും ഇവിടെ പല കാര്യങ്ങൾക്കും ആനുകൂല്യങ്ങളുണ്ട്. ഞാനിക്ക് വരുമ്പോൾ നല്ല അടിപൊളി പിച്ചാത്തിയുണ്ടല്ലോ, കത്തിയേക്കും പേപ്പറിൽ വരെ പൊയിഞ്ഞു പോകുന്നുണ്ട്. ഫസ്റ്റ് വന്നപ്പോൾ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല, പക്ഷെ ഇപ്പോൾ ഒരു വർഷം പണിയാവും. അപ്പോൾ ഇവർ എന്താ വെച്ചാൽ ഈ ട്രാവൽ അഡ്വൈസറി എന്നൊരു സാധനമുണ്ട്. ഈ സാധനം ഇടയ്ക്ക് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോഴും ഇതിനകത്ത് അപ്ഡേഷൻ നടക്കും. അപ്പോൾ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുക ഇങ്ങനത്തെ കാര്യം ചെയ്യുമ്പോൾ ഒന്നുമില്ല ഏജൻറ്റിനോടോ അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ സൈറ്റിൽ കയറിയിട്ട് മറ്റേ ഗവൺമെൻറ് സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ട്രാവൽ അഡ്വൈസറി കാണാം. അതിനകത്ത് നമുക്ക് എന്തെല്ലാം സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റും, എന്തെല്ലാം സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളത് ക്ലീനായിട്ട് ഡോക്യുമെൻ്റ് കിടപ്പുണ്ട് അവിടെ. അതെടുത്തിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത് കൈ പിടിക്കുക. അതിൽ പറഞ്ഞുള്ള സാധനം നിങ്ങൾ കൊണ്ടുവന്നോ ഒരു കുഴപ്പമില്ല. കാരണം പിടിച്ച് ഞാൻ പറയാം, എന്താ നിങ്ങളുടെ ഡോക്യുമെൻ്റ് പ്രകാരം ഇത് കൊണ്ടുവന്നോളം പറഞ്ഞിട്ടുണ്ട്, പിന്നെ എന്താ പ്രശ്നം, ഞാൻ കൊണ്ടുവന്നു എന്ന് പറയാം. ഇനിയും പ്രശ്നമാണോ, എടുത്ത് ഗാർബേജിൽ ഇട്ടോ, ഫൈൻ കൊടുക്കണ്ടല്ലോ. അതായത് എൻ്റെ ഒരു അറിവനുസരിച്ചിട്ട് നമുക്ക് ഇവിടെ ടാക്സ് കൊടുത്തിട്ട് മേടിക്കാൻ പറ്റാവുന്ന സാധനങ്ങളൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പാടില്ല, സ്പെഷ്യലി ഫുഡ് ഐറ്റംസ്. ഈ അമ്മച്ചി കൊണ്ടുവന്നതിൽ ചക്ക മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഇത് ചക്കച്ചോള കുരു ഉള്ളതേ. അപ്പോൾ അവർക്കറിയില്ല, ഈ പാരൻസിന് സത്യം പറഞ്ഞ സംഭവം അറിയില്ല. നമ്മൾ വേണം പറഞ്ഞു കൊടുക്കാൻ, ഇങ്ങനെയൊന്നും ചെയ്യരുത്. പ്രത്യേകിച്ച് നിങ്ങൾ വരുന്നത് വിസിറ്റിങ്ങിലാണെങ്കിൽ പറയും വേണ്ട, നിങ്ങൾക്കുള്ള നിയമങ്ങൾ വേറെയാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് പെരുമാറാതെ ഏതോ ഒരു കാരണര് കള്ളു കുടിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു. ഇപ്പോൾ ആ ഓഫീസറോട് പറയാൻ പറ്റുമോ, നിങ്ങൾ കുറച്ചു കാലം മുമ്പ് ഒരു അപ്പച്ചനെ പറഞ്ഞു വെച്ചില്ലേ എൻ്റെ അമ്മേനെ പറഞ്ഞേക്കുന്നത്, ഇവന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അപ്പോൾ ഇമാതിരി മണ്ടത്തരങ്ങൾ ഇവിടേക്ക് എത്താനായിട്ട് കാണിക്കണ ബുദ്ധിയുടെ ഒരു പകുതി ബാക്കിയുള്ള സമയത്ത് കാണിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളിൽ നിന്ന് മഴ. പ്രത്യേകിച്ച് ഇവരായിട്ട് വലിയ പരിചയമില്ലാത്ത വേറൊരു ഫാമിലിയുടെ കൂടെയാണ് അമ്മച്ചിനെ പുറത്തേക്കുന്നത്. അപ്പോൾ അമ്മച്ചിക്ക് ഇതിനെ പറ്റിക്കഴിഞ്ഞാൽ ഇവരും കൂടി പെടും. ഉപകാരം ചെയ്യാൻ പോയിട്ട് അവസാനം ഉപദ്രവമായിട്ട് മാറും. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. പിന്നെ ഇത് പറയുമ്പോൾ
എനിക്ക് പറ്റിയിട്ടുള്ള വലിയൊരു ആന മണ്ടത്തരം കൂടി പറഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ സംഭവത്തിലേ ഉള്ളൂ, നമ്മൾ ട്രക്ക് ഓടിച്ചു തുടങ്ങി കുറച്ച് 1-2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ US ബോർഡർ ക്രോസ് ചെയ്ത് അമേരിക്കയ്ക്ക് പോകണേ. അങ്ങനെ അമേരിക്കയ്ക്ക് പോയ ആദ്യത്തെ സമയത്ത് എനിക്കൊരു കൊച്ചുണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് രണ്ടാമത്തെ മോൻ ഉണ്ടായിട്ട് അധികമായിട്ടില്ല, 6-7 മാസം. അപ്പോൾ അവൻ്റെ മാമോദീസ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുപ്പികൾ എടുക്കുകയാണെന്നുള്ള, അന്നത്തെ കാലത്ത് ഇങ്ങനെ കുറേ ട്രക്കർമാരൊന്നും ഇല്ലയെന്ന്, ഒരു 100 പേരെടുത്ത് 2 പേരൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇപ്പം 100-ൽ 10-90 എണ്ണം ഈ പറഞ്ഞ ട്രക്ക് ഡ്രൈവർമാരാണ്. അപ്പോൾ അന്നത്തെ അവസ്ഥ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോകുമ്പോഴേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ US പോകാമെന്ന് പറഞ്ഞിട്ട് കൊട്ടി ഘോഷിച്ച് നമ്മുടെ ഫ്രണ്ട്സിനിടയിൽ ഞാൻ ട്രക്കും കൊണ്ട് അമേരിക്കയിൽ പോവുകയാണെങ്കിൽ പറഞ്ഞിട്ട് പറഞ്ഞപ്പോൾ പലരും പറഞ്ഞു, ജയ്സ കുപ്പി എടുത്തോട്ടാ, അത് പൊളിയാന്ന് പറഞ്ഞു, ഭയങ്കര ലാഭമാണെന്നൊക്കെ പറഞ്ഞു. ശരി, ഞാൻ നേരെ ഇവിടെ നിന്ന് അങ്ങോട്ട് കടന്നേക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്, ബഫല്ലോ നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ അപ്പുറത്തേക്ക് കടന്നേ. അവിടെ ചെന്നു. ഞാൻ കാലത്തൊരു 10 മണിയായപ്പോൾ കടന്നുണ്ടാവും. വൈകിട്ടൊരു 3 മണിയായപ്പോൾ ഞാൻ തിരിച്ചിട്ട് കിടക്കുമ്പോൾ നേരെ ഡ്യൂട്ടി ഫ്രീ കയറി. ഞാൻ നേരെ പാസ്പോർട്ട് കാണിച്ചു, നേരെ ഒരു കുപ്പി എടുത്തു, ശിവാശ്രീകളുടെ ഒരു കുപ്പി എടുത്ത് ഞാൻ വണ്ടി വെച്ചിട്ടുണ്ട്. നേരെ വന്നു, കനേഡിയൻ ബോർഡറിൽ വന്നു. അവർ പറഞ്ഞു ഹായ് പോയി നിൽക്കും പറഞ്ഞു. നമ്മൾ കുറച്ച് റെഗുലർ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇവരുടെ, അതൊക്കെ ചോദിച്ചു എവിടുത്തെ പോയി, അപ്പോൾ എന്തിനും ഡിക്ലെയർ ചെയ്യാനുണ്ടോ, ഓ അതും പറഞ്ഞിട്ട് വേഗം ഈ ബില്ലെടുത്തോണ്ട് കൊടുത്തു. ഏത് ഈ കുപ്പി മേടിച്ചതിൻ്റെ ഇതെടുത്ത് കൊടുത്തു. അയാൾ മേടിച്ചു. ഓക്കെ, നീ എപ്പോഴാണ് ക്രോസ് ചെയ്തതെന്ന് ചോദിച്ചു. കാലത്ത് 10 മണിക്ക് പോയി ക്രോസ് ചെയ്താന്ന് പറഞ്ഞു. ഓക്കെ, പുള്ളി പറഞ്ഞു ബ്രേക്ക് വലിക്കാൻ പറഞ്ഞതിനോട്. അപ്പോൾ നമ്മൾ ഇവിടെ ബോർഡറിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ പെഡൽ ബ്രേക്ക് ചവിട്ടി നിൽക്കാനേ പാടുള്ളൂ. മറ്റേ ഇങ്ങനെ വലിക്കുമ്പോൾ പ്ലസ് എന്നുള്ള സൗണ്ട് വരുന്ന ഇതുണ്ട്, റിലീസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇവള് പറഞ്ഞു ഞാൻ ആ വിൻഡോ ക്ലോസ് ചെയ്യും, നീ അത് വലിച്ചിട്ട് ഞാൻ തുറക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് വണ്ടി ഓഫ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പുള്ളി പറഞ്ഞ മാതിരി ഞാനത് ചെയ്തു. പുള്ളി വീണ്ടും വായിൽ തുറന്നിട്ട് ചോദിച്ചു, 48 മണിക്കൂറാവാതെ മദ്യം മേടിക്കാൻ പറ്റില്ല എന്ന് നിനക്ക് അറിയില്ലടാ പോട്ടൻ ചാങ്കുണ്ണി എന്ന് ചോദിച്ചു എന്നോട്. അപ്പോഴാണ് അങ്ങനെ ഒരു നിയമമുണ്ടെന്നുള്ളത് ഞാൻ അറിയണേ. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, എനിക്കിങ്ങനെ ഒരു കൊച്ചുണ്ടായി, കൊച്ചിൻ്റെ ബാപ്റ്റിസാണ്, അതിന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ്. അത് 1-2 കുപ്പി മേടിച്ചിട്ട് നശിച്ചിട്ടാ. അപ്പോൾ ആൾ പറഞ്ഞു, അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ദാറ്റ്സ് ഓക്കെ, ഞാൻ എന്നാൽ ടാക്സ് അടച്ചോളാം. എൻ്റെ മനസ്സിൽ ഡ്യൂട്ടി ഫ്രീ ആണല്ലോ, ഡ്യൂട്ടി അടയ്ക്കുക പോവാ. ആൾ പറഞ്ഞു അങ്ങനെ ഡ്യൂട്ടി അടയ്ക്കലല്ല, ഫൈൻ അടയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എത്ര ഫൈൻ വരും ചോദിച്ചപ്പോൾ ഒരു ബോട്ടലിനാണ് $300 പറഞ്ഞതിനോട്. ഏത് നമ്മൾ $60 $70 മേടിച്ച സാധനത്തിന് ഞാൻ 2 ദിവസം ട്രക്ക് ഓടിച്ചാൽ കിട്ടുന്ന കാശ് അങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ എനിക്ക് ഭയങ്കര ഇതായി. ഞാൻ പറഞ്ഞൊരു പണിയായി, ഞാൻ കുപ്പി കൊണ്ടുപോകണില്ല, ഞാൻ കുപ്പി ഗാർബേജിലിടാം, എന്നെ ഒന്ന് ഇത് എൻ്റെ തലേന്ന് ഒഴിവാക്കി തായി, ഞാൻ പൊക്കോളാന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു അത് നടക്കില്ല പറഞ്ഞു. അങ്ങനെ നടക്കില്ല, നീ ഇപ്പോൾ സ്മഗ്ലിങ് പോലത്തെ പണി കാണിച്ചേക്കണേ, വിടാൻ പറ്റില്ല പറഞ്ഞു. കളി ചിരിച്ചുകൊണ്ട് പറഞ്ഞാൽ ഞാൻ പിന്നീട് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് കരഞ്ഞ് വെച്ചെങ്കിൽ കണ്ണീരില്ലാത്ത കരച്ചിലെന്ന് പറയില്ലേ, അങ്ങ് ഇരുന്ന്. അപ്പോൾ ഇയാൾ പിന്നെ എന്തൊക്കെയോ ചോദിക്കണേ, ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഇയാളുടെ അവസാനം പറഞ്ഞു എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്നുള്ളത്. പിന്നെ നീ ആ PR കാർഡ് ചെക്ക് ചെയ്താൽ മനസ്സിലാവും, ആദ്യമായിട്ടാണ് അങ്ങോട്ട് കടന്നേക്കണേ. എനിക്കറിയില്ല, ആദ്യമായിട്ടാണ് ഞാൻ മദ്യം മേടിച്ചേക്കണതും ആദ്യമായിട്ടാണ് കടന്നേക്കണതും. അതുകൊണ്ട് എന്തിനും പറ്റെങ്കിൽ ചെയ്യുന്നു പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇരിപ്പിരുന്നു. ഞാൻ സത്യമായിട്ടോട്ടാ ചെയ്ത കാര്യം തന്നെ പറയണേ, അല്ലാണ്ട് വെറുതെ ദുരഭിമാനമൊന്നുമില്ല. കൈ കൂപ്പിയിട്ട് പറഞ്ഞു. അപ്പോൾ അവൻ ഓക്കെ എന്നിട്ട് PR കാർഡും പാസ്പോർട്ടും സാധനം തന്നു, പൊക്കോളാൻ പറഞ്ഞതിനോട്. എന്നിട്ട് പറഞ്ഞു ഇത് നിനക്ക് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാർണിംഗ് ആണ്, സിസ്റ്റത്തിൽ കിടക്കുന്നുണ്ടാവും, ശ്രദ്ധിച്ചോളോ, 48 hours ഇല്ലാതെ ടൊബാക്കോ പിന്നെ മറ്റേ ആൽക്കഹോളൊന്നും പാടില്ല അധികം പറഞ്ഞു, എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇനി ജീവിതത്തിൽ സാധനം മേടിക്കില്ല പറഞ്ഞു ഞാൻ. അപ്പോൾ സംഭവത്തിലാണ് എനിക്ക് തോന്നിയ കാര്യം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അബദ്ധം പറ്റി. പക്ഷേ ഞാനത് ഹൈഡ് ചെയ്യാണ്ട് എന്തിനും ഡിക്ലെയർ ചെയ്യാണെന്ന് ചോദിച്ചപ്പോൾ ചാടിക്കയറി വേഗം റെസീറ്റ് എടുത്ത് കൊടുത്തപ്പോൾ അവിടെ ഇരിക്കണവന് മനസ്സിലായി ഞാൻ പൊട്ടനാന്ന്. മനസ്സിലായ അതായത് എനിക്കൊരു അറിവില്ലായ്മ പറ്റിയിരിക്കുന്ന, ഞാൻ അത്രയും കോൺഫിഡൻസിൽ അടുത്ത് കൊടുത്താന്ന്. അപ്പോൾ ഇവിടുത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ ഇവിടെ അല്ല എവിടെയാണെങ്കിലും നമ്മൾ നോണാന്നുള്ള സാധനം പറയാതിരിക്കുക. അത് ഭയങ്കര പ്രശ്നം സംഭവം. നമ്മൾ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഞാനൊക്കെ അത്യാവശ്യം നമ്മളും നോണെങ്കിൽ പറഞ്ഞ ആൾ തന്നെയാണ്. പക്ഷേ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ അവരിപ്പോൾ കൈയ്യീട്ടി നിന്നിട്ട് നിങ്ങളുടെ മീറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത് തന്നെ അവർക്ക് അതിൻ്റെ എല്ലാ എവിഡൻസും കിട്ടിയിട്ടാണ് അവർ ചോദിക്കണേ, അല്ലാതെ ഒരിക്കലും ചോദിക്കില്ല. അവർ വെറുതെ നോർമൽ ഫോർമാലിറ്റിക്ക് എന്തിനും ഡിക്ലെയർ ചെയ്യാനുണ്ടോ അടിച്ചു കൂറുന്നതും നിങ്ങളുടെ മീറ്റ് ഉണ്ടോ, മീറ്റ് പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന് സ്പെസിഫിക് ആയിട്ട് എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പിച്ചോ സാധനം പിടി വീണിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മളത് ഉണ്ട് എന്നങ്ങ് പറയാം, ഇല്ല എന്ന് പറയരുത്. ഉള്ള കാര്യം ഉള്ള പോലെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ശിക്ഷയിലെ അളവ് കിട്ടും.
ഇതിപ്പോൾ എന്തുണ്ടായത്, കൊണ്ടുവന്ന സാധനം മൊത്തം പോവും ചെയ്തു, ആ പെണ്ണിന് തേച്ച് വിളിക്കാനുള്ള കുഴമ്പും എല്ലാ സാധനം പോയി. അവിടൊപ്പം തന്നെ എന്തായി, ഈ അമ്മച്ചീൻ്റെ പാസ്പോർട്ടിൽ കറക്റ്റായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ടാവും. ഇനി ഏതെല്ലാം കാലത്തേക്ക് ഇവിടെ വരണോ അപ്പോഴേക്കും ഇതിൻ്റെ ലഗേജ് ഫുള്ള് അഴിച്ച് അവർ മാക്സിമം അവർ നോക്കിയിട്ട് പറഞ്ഞേക്കുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ അബദ്ധങ്ങളിലൊന്നും ചാടാതിരിക്കുക. പ്രത്യേകിച്ച് മദേഴ്സ് ഡേ ഒക്കെയാണ്, അമ്മമാരെ സ്നേഹിക്കാൻ വേണ്ടി ഒരു ദിവസം എന്ന് പറഞ്ഞിട്ട് ലോകം കിടന്ന് ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ ഈ അമ്മമാർക്കും അല്ലെങ്കിൽ അപ്പന്മാർക്കും ഇമാര് പണി കൊടുക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ഇട്ട് കാണാം. ഓക്കെ, എല്ലാം പറഞ്ഞ മാതിരി ശരി എന്നാൽ.